LJP എന്ന പേരിൽ ബ്രാൻഡായി മാറിയ ലിജോയുടെ ബോളിവുഡ് പ്രവേശനമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. ദിൽകാശി എന്ന് പേര് നൽകിയിരിക്കുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറക്കിയിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. വ്യത്യസ്ത വിഷയങ്ങളും കഥാപാത്രങ്ങളും പ്രേക്ഷകർക്ക് സമ്മാനിച്ച മലയാള സിനിമാ മേഖലയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സംവിധായകനാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി. ഓരോ സിനിമയും പ്രേക്ഷകർക്ക് വ്യത്യസ്ത അനുഭവമാക്കി മാറ്റുന്നതിൽ ലിജോ എന്നും പ്രത്യേക ശ്രദ്ധ ചെലുത്തിയിരുന്നു. LJP എന്ന പേരിൽ ബ്രാൻഡായി മാറിയ ലിജോയുടെ പുതിയ ചിത്രത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. മലൈക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തിന്റെ പരാജയത്തിനു ശേഷം മലയാളത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ലിജോ. മാത്രമല്ല, ഈ ചിത്രം വലിയ രീതിയിൽ വിമർശിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ബോളിവുഡിലാണ് ലിജോ ശ്രദ്ധ നൽകുന്നതെന്ന തരത്തിൽ വാർത്തകൾ എത്തിയിരുന്നു. ഇപ്പോഴത്തെ ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്യാനൊരുങ്ങുന്ന ബോളിവുഡ് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറക്കിയിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. ദിൽകാശി എന്നാണ് ചിത്രത്തിന്റെ പേര്. വിഖ്യാത നിർമ്മാതാവും സംവിധായകനുമായ ഹൻസൽ മെഹ്ത ഒരുക്കുന്ന സിനിമയിലൂടെയാണ് ലിജോയുടെ ബോളിവുഡ് എൻട്രി. AR റഹ്മാനാണ് ചിത്രത്തിൽ സംഗീതമൊരുക്കുന്നത്. മെഹ്തയുടെ ട്രൂ സ്റ്റോറി ഫിലിംസും ലിജോയുടെ ആമേൻ മൂവി മൊണാസ്ട്രിയും ചേർന്നാണ് സിനിമ നിർമ്മിക്കുന്നത്. റൊമാന്റിക് ഡ്രാമയായാണ് ദിൽകാശി ഒരുങ്ങുന്നതെന്ന് പുറത്തുവന്ന പോസ്റ്ററുകൾ സൂചിപ്പിക്കുന്നു. അഭയ് വർമ്മ, സഹൻ കപൂർ എന്നിവരാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ബോളിവുഡിലും ഇനി LJP ബ്രില്യൻസ് കാണാനാകുമെന്നാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത്. ഇതുവരെ ചെയ്തതിൽ വെച്ച് ലിജോയുടെ വ്യത്യസ്തമായ സിനിമയാകും ദിൽകാശി എന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. ആമസോൺ പ്രൈമിന്റെ ഈ വർഷത്തെ പ്രൊജക്ടുകൾ റിവീൽ ചെയ്ത ഇവന്റിലായിരുന്നു ദിൽകാശിയുടെ ഫസ്റ്റ് ലുക്ക് പുറത്തുവിട്ടത്. സ്കാം 1992 എന്ന ഹിറ്റ് സീരീസ് സ്ക്രിപ്റ്റ് ഒരുക്കിയ കരൺ വ്യാസ് ലിജോയോടൊപ്പം ചേരുമ്പോൾ പ്രതീക്ഷകളേറെയാണ്. ലിജോയുടെ സന്തത സഹചാരിയായ ഗിരീഷ് ഗംഗാധരൻ തന്നെയാണ് ദിൽകാശിയുടെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത്. ഈ വർഷം ജൂലൈയിൽ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് സൂചനകൾ. അതേസമയം ലിജോ ഇനി ബോളിവുഡിൽ തന്നെ തുടരുമോ അതോ മലയാളത്തിലേക്ക് തിരിച്ചു വരുമോ എന്ന ചർച്ചകളും സജീവമാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.